അതെ രണ്ടാമത്തെ കിട്ടാൻ വേണ്ടിട്ടേ ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ അടുത്ത് അന്ന് ഞാൻ മീൻസ് ആദ്യത്തെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അതെ 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 അതിനുശേഷം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പിന്നെ 4 ഇന്റർവ്യൂസ് 4 എനിക്ക് കിട്ടി. കിട്ടി. പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ഉം. ആ ഏത് സെലക്ട് എവിടെ ചെയ്യണമെന്നുള്ളത്. സെലക്ട് ചെയ്യണം. അതായത് എല്ലാവരും എല്ലാ സ്ഥലത്തിനെ കുറിച്ചും ഓരോ ഡിഫറെന്റ് ഒപ്പീനിയൻ പറയുമ്പോഴേ അതെ പിന്നെ ഇവിടുന്ന് ഫാമിലിക്ക് നോർത്താമ്പട്ടം വിട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. മനസ്സിലായി. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ധോണിക്ക് അതിന് തന്നെ കൺഗ്രാചുലേഷൻസ് ആദ്യമേ തന്നെ. താങ്ക് യു. നമ്മുടെ 3 ഡേയ്സിന്റെ സെഷനും അല്ലെങ്കിൽ ധോണി അതൊക്കെ എടുത്തിട്ട് ലൈക്ക് ധോണിയ എനിക്കൊന്ന് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ കൺസേൺ ആദ്യം ഒരു ഇന്റർവ്യൂ UK അറ്റൻഡ് ചെയ്തു, അത് ധോണിക്ക് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു അല്ലേ? അപ്പൊ പിന്നെ അതെ അതെ ധോണിക്ക് അടുപ്പിച്ച് എത്ര 4 ഇന്റർവ്യൂ കിട്ടിയോ? 4 ഇന്റർവ്യൂ കിട്ടി. 4 ഇന്റർവ്യൂ കിട്ടി. അതെല്ലാം എവിടേക്കായിരുന്നു? ഒന്ന് നോർത്ത് ആംപ്ടൺ ആയിരുന്നു, പിന്നെ ഒന്ന് ലെസ്റ്റർ, ലെസ്റ്ററിലുണ്ടായിരുന്നു, പിന്നെ സസെക്സ് സസെക്സ്, ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു പിന്നെ മൊത്തത്തിൽ. വെയിൽസ്. വെയിൽസ് വെയിൽസിലുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. 5 അറ്റൻഡ് ചെയ്തു. 4 സാറിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ 4 എനിക്ക് കിട്ടിയായിരുന്നു. കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഇപ്പം ആ ഇപ്പം നമുക്കിപ്പം ഉള്ള എന്താ UK ഉള്ളവർക്ക് ധോണിയ കുറെ പേര് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടും സീനിയർ കെയറേഴ്സ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ധോണി ഇപ്പൊ ആ UK വന്നിട്ട് ധോണിയ ഇപ്പൊ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണോ സീനിയർ കെയർ ആയിട്ടാണോ ധോണിയ വർക്ക് ചെയ്യണേ? ഇപ്പൊ സീനിയർ കെയർ ആയിട്ട്. സീനിയർ കെയർ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പം ലൈക്ക് അതെ ഒരുപാട് പേര് ഇന്റർവ്യൂസിന് പോകുന്നുണ്ട്. അവരുടെ പിൻ നമ്പർ കിട്ടി, SIFE പാത്വേ ആണെങ്കിലും അല്ലെങ്കിൽ OET എഴുതിയിട്ടാണെങ്കിലും ഒക്കെ അവരുടെ പിൻ നമ്പർ കിട്ടിയിട്ട് അവസാനം ഇന്റർവ്യൂയിലോട്ട് പോകുന്നുണ്ട്. അപ്പം അതെ ധോണിയ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ധോണിക്ക് അത് ലൈക്ക് നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. അപ്പൊ ധോണിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ലൈക്ക് ആദ്യത്തെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും പിന്നെ അതിനുശേഷം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം അടുപ്പിച്ച് 4 ഇന്റർവ്യൂ കിട്ടിയെന്ന് ധോണിയ പറഞ്ഞു. അപ്പൊ ധോണിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ധോണിക്ക് ഗെയിൻ ചെയ്തത്, ഒരു വ്യത്യാസം എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറന്ന് പറഞ്ഞായിരുന്നു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ അത് ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു. അതെ ആദ്യത്തെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത പോലെയല്ല, പിന്നെ രണ്ടാമത് ഞാൻ സാറ് പറഞ്ഞ പോലെ മോഡിഫൈ ചെയ്തായിരുന്നു. ചെയ്തു. മീൻസ് കാരണം അത് മാത്രമാണ് അവർ നമ്മളെ നോക്കുന്നത് അതെ ട്രാക്കില്. വേറെ ഒന്നും അവർ നോക്കുന്നില്ല. സപ്പോർട്ടിങ് ഇൻഫർമേഷൻ വെച്ച് മാത്രമാണ് നോക്കുന്നത്. അതെ അപ്പൊ നമ്മൾ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉം. അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള പ്ലേസ് ആയിരിക്കില്ല, അതെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ല നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ഉം. അപ്പൊ നമ്മൾ എവിടെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, ഏത് ട്രാക്കിൽ ഏത് ആപ്ലിക്കേഷൻ ആണ്, ഏത് പോസ്റ്റ് ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഉം. ട്രാക്കിൽ നമ്മൾ സപ്പോർട്ടിങ് കമന്റ്സ് മാറ്റി എഴുതണം. അതെ എക്സാക്ട്ലി. ആ കാരണം അല്ല നമ്മൾ സാധാ ചെയ്യാൻ നമ്മൾ ഒരു മടി കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാ. അതെ പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്റർവ്യൂവിന് പോലും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യിക്കില്ല. ഉറപ്പായിട്ടും. കാര്യം അതുകൊണ്ടാണ് അവർ അതിനകത്ത് ഓരോന്നിനും എസെൻഷ്യൽ ക്രൈറ്റീരിയ, ഡിസൈറബിൾ അതെ ക്രൈറ്റീരിയ, ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതെ ജോബിന്റെ റോൾസ് കാര്യങ്ങളെല്ലാം പറയണം. അപ്പം ഒരു റീഹാബിലിറ്റേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ പോസ്റ്റ് അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ ആയിരിക്കില്ല ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചോദിച്ചിരിക്കുന്നത്. അതെ അപ്പൊ നമ്മളത് അതെ അതെ ന്യൂറോയിൽ ചോദിക്കുന്നത്. അപ്പൊ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എസെൻഷ്യൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ അതായിരിക്കില്ല, സ്പെസിഫിക്കേഷൻ അതല്ല അവർ ചോദിക്കുന്നത്. അപ്പൊ അത് അതെ എക്സാക്ട്ലി നമ്മൾ മെൻഷൻ ചെയ്ത് നമ്മളെ കീവേഡ്സ് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അതുമായിട്ട് ലയേഴ്സ് ചെയ്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം അതെ ഡോണി ഷോർട്ട് ലിസ്റ്റഡ് ആയ പോലെ തന്നെ ആവുകയും ചെയ്യും എന്തായാലും അതെ അല്ലേ? അതിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഡോണിയുടെ ആദ്യത്തെ അല്ലേ? അതെ ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെയാണ് ആയിരുന്നു. ഇന്റർവ്യൂലോട്ട് പോയത്. അതെ അതെ പിന്നെ ഇന്റർവ്യൂവിൽ പോകുമ്പോ ഓരോ ഇന്റർവ്യൂവിനും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോ അതായത് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു ഇന്റർവ്യൂവിന് എന്തായാലും 1 വീക്ക് മുമ്പ് അവർ ഇൻഫോം ചെയ്യും. നമുക്ക് അറിയിക്കും. പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ടൈം പീരീഡ് ഉണ്ട്. അതെ തലേ ദിവസം ഒന്നല്ല അവർ ഒരിക്കലും നമ്മൾ ഇൻഫോം ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും പ്രിപ്പയർ ആവാൻ വേണ്ടി ഒരു ടൈം പീരീഡ് തരുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്തേക്കണേ, ഏത് പോസ്റ്റിനാണ് നമ്മളെ വിളിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം. നമ്മൾ അവരുടെ ട്രാക്കിൽ കയറിയിട്ട് ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഉം. അത് കൂടാതെ അവരുടെ ആ ഒരു NHS ട്രസ്റ്റിന്റെ വാല്യൂസ്, മോട്ടോസ് അതൊക്കെ അവര് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ ഒരു ഗൂഗിളിലോട്ട് പോകേണ്ട കാര്യമില്ല. അതിനകത്ത് തന്നെ ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും. ഉം. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്താണ് അവർ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചോദിക്കുന്നത്. ഉറപ്പായിട്ടും. ഇത് എന്തുകൊണ്ട് Yes. നമ്മൾ ആ പ്ലേസ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടത്തേക്ക് അപ്ലൈ അതെ ചെയ്യുന്നു ബാക്കിയുള്ളിടത്ത് നോക്കാതെ അല്ലെ? ആ ഒരു ഇൻഫർമേഷൻ അതെ നമ്മൾ അതെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവിടത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ട് മാറാൻ അല്ലെങ്കിൽ മാറും അതെ എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ അത് അവർക്ക് കുറച്ചും കൂടെ ഒരു എന്താ അവർ നമ്മളെ ഒരു ഡിസർവിംഗ് കാൻഡിഡേറ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കുറച്ചും കൂടി എന്തായാലും. തീർച്ചയായിട്ടും. അതെ അപ്പൊ ധോണിക്ക് ലൈക്ക് ആദ്യത്തെ ആ ഒരു ഇന്റർവ്യൂ കിട്ടാതെ പോയതും പിന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ധോണിയെ 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, കാര്യങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി. അപ്പൊ ധോണിക്ക് അത് ഇല്ലാതെ സെൽഫായിട്ട് ധോണി പ്രിപ്പയർ ചെയ്തത് അല്ലെങ്കിൽ ക്ലാസ് എടുത്തപ്പോഴും ധോണിക്ക് എന്താ തോന്നി, അങ്ങനെ ഒരു സെഷൻ വേണം എന്ന് തോന്നിയായിരുന്നോ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗെയിൻ ചെയ്തോ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കിട്ടിയായിരുന്നു. കാരണം സാറിന്റെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സാറ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഇന്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു ആൻസർ ഉണ്ട് നമ്മുടെ കയ്യിൽ. വെരി. അതായത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരേ ആൻസർ കൊടുക്കുക. അതാണ് അവര് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഓരോ അതെ. ക്വസ്റ്റ്യൻ ആൻസറും. ധോണിക്ക് ഈ അതെ സെഷൻസിൽ നമ്മൾ കുറെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. എനിക്ക് തോന്നുന്നു ഏകദേശം 25-30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതിൽ നിന്നൊക്കെ ധോണിക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടി, അല്ലെങ്കിൽ ധോണിക്ക് പറയാനായിട്ട് കുറെ കാര്യങ്ങൾ പറ്റിയായിരുന്നു ഇന്റർവ്യൂവിന്റെ സമയത്ത്? തീർച്ചയായിട്ടും എന്നോട് ചോദിച്ച ഒരുമാതിരി ക്വസ്റ്റ്യൻസ് ഞാൻ ടീം വർക്കിനെ കുറിച്ച് സാറ് കുറെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഉം. അത് മീൻസ് അതാ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോ അവര് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിലും സാർ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ നമുക്ക് അന്നേരം ഓർത്തെടുത്ത് പറയാനും പറ്റി എക്സാമ്പിളിലൂടെ നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും മീൻസ് നമുക്ക് വളരെ പറ്റിയിട്ടുണ്ട്. ഈസി ആയിരിക്കും. ആ അതെ. ആ പിന്നെ കോൺഫ്ലിക്റ്റ്, ഡ്രഗ് എറർ, സേഫ് ഗാർഡിങ്, ഉം. ഡ്യൂട്ടി ഓഫ് കാൻഡർ, മീൻസ് അതെല്ലാം ആ ഒരു വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അതെ അതെ, അത് സാർ എക്സ്പ്ലെയിൻ, അതായത് നമുക്ക് ഈ വേർഡൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ മീനിങ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഉം. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതോടുകൂടി നമുക്ക് അതിന്റെ ഇന്നർ മീനിങ് മനസ്സിലാക്കി നമ്മുടേതായ ഭാഷയിൽ, ഞാനൊരു അതെ. ആവറേജ് സ്റ്റുഡന്റാ, ഉം. മീൻസ് എനിക്ക് നമുക്ക് മനസ്സിലായി എന്ന് അവർക്ക് തോന്നണം. അതെ, എക്സാക്ട്ലി. കാര്യം അതെ ധോണി ഈ അതെ സിറ്റുവേഷനിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം അതെ ഞാൻ അതെ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ പല ലെവലില് പഠിക്കുന്ന കുട്ടികളായിരിക്കും ആ ക്ലാസ് അറ്റൻഡ്. ഇപ്പൊ ധോണി അതിനകത്ത് അതെ യു കെയിലുള്ള ഒരാളായിരുന്നു. അതേസമയം അതിനകത്ത് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഒന്നോ രണ്ടോ പേരേ ഉണ്ടായിരുന്നുള്ളൂ യു കെയിലുള്ളവർ. ബാക്കി എല്ലാവരും തന്നെ പുറത്തുള്ള കുട്ടികൾ അല്ലെങ്കിൽ നാട്ടിലുള്ളവരൊക്കെ ആയിരുന്നു, അല്ലെ? അപ്പൊ ആ എല്ലാവരുടെയും ആ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ധോണിയെ കണ്ടിട്ടുള്ളത് അതെ അതെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ മെയിൻ ഐഡിയ എന്ന് വെച്ചാൽ, എനിക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആ ഒരു ബേസിക് ലെവലിലോട്ട് പോവാം, അല്ലെങ്കിൽ ആ ഒരു അതെ എക്സ്പീരിയൻസ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഷെയർ ചെയ്ത് തരും. ഇപ്പം കോൺഫിഡൻഷ്യാലിറ്റിയുടെ അതെ പറ്റി പറഞ്ഞായിരുന്നു, അല്ലെ? ഇപ്പൊ അതെ 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 ഫയൽസ് ഒരിടത്ത് കിടക്കുന്നതും, അപ്പൊ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അതിനകത്ത് നിന്ന് അതെ ഡോക്ടർക്ക് മനസ്സിലാവും, ഓക്കെ, ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതെ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി എന്താണ്, ഡാറ്റിക്സ് അല്ലെങ്കിൽ ഇൻസിഡന്റ് അതെ റിപ്പോർട്ട് ഇപ്പൊ ചെയ്യും, ഡ്യൂട്ടി ഓഫ് കാൻഡർ ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഒരു ഉം എറർ നമ്മൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അപ്പോളജൈസ് ചെയ്യുക, അത് തെറ്റ് നമ്മൾ സമ്മതിക്കുക, അല്ലെ? അങ്ങനെ കുറെ കാര്യം അതെ നമ്മൾ ഈ പ്രശ്നം ഇന്റർവ്യൂവിന് റെഡിയായി വരുന്ന ഒരാളാണ് എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ നമ്മൾ അതെ ജസ്റ്റ് അതെ അതെ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വേർത്ത് കുളിച്ച് പോയിരിക്കുന്നതിനെക്കാട്ടിലും അതെ ബെറ്റർ ഞാൻ പ്രിപ്പയർഡ് ആയി നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു പ്രസന്റേഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ അതെ തന്നെയാണ് ഓൾവേസ് എന്തായാലും ബെറ്റർ. പിന്നെ ധോണി ഓരോ പോയിന്റുകൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് പറയുന്നതനുസരിച്ച് അവർ അതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? നോട്ട് ചെയ്തായിരുന്നു. ഉണ്ടായിരുന്നു. അവര് നോട്ട് ചെയ്തായിരുന്നു. അപ്പൊ നോട്ട് ധോണിയുടെ ഒരു ചെയ്തായിരുന്നു. കോൺഫിഡൻസ് ലെവൽ കൂടി അത് കാണുമ്പോ? അതെ ആ പിന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും ഈ യു കെയിലുള്ളവര് നമുക്ക് നല്ല പ്ലേസ് നോക്കിയിട്ട് ചൂസ് ചെയ്യണവരാ, അവിടെ ആ. മാത്രമേ ചിലപ്പോൾ അപ്ലൈ ചെയ്യുള്ളൂ. പക്ഷെ അതെ. എനിക്ക് എന്റെ സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഞാൻ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉം. നമ്മള് ട്രാക്കിൽ കയറി എല്ലാം അപ്ലൈ ചെയ്യാം. അതെ. നമുക്ക് വിർച്വൽ ആയിട്ട് അവർ ഓൺലൈനായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു തരും. കാരണം അതെ. ഇവര് നല്ല കോപ്പറേറ്റീവാ. അപ്പൊ ഉം. നമ്മൾ മാക്സിമം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാണ്. അതെ. നമ്മൾ ഫെയിൽ ആയിക്കോട്ടെ, മീൻസ് ഇപ്പൊ നമുക്ക് കിട്ടിയാലും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാണ് അതെ, എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ അപ്ലൈ വരുമ്പോൾ ചെയ്യുന്നത്. നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. ഒരു പക്ഷേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും എന്തായാലും, അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതെ, മെയിൻ തിങ് കാര്യം നമുക്ക് ആ ഒരു ഇത്രയും ഇപ്പൊ 4 തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 4 കിട്ടി എന്ന് പറയുമ്പോഴത്തേനും അതിൽ ധോണിയുടെ കോൺഫിഡൻസ് ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം മെയിൻ ആയിട്ട്. കാര്യം ധോണിക്ക് തീർച്ചയായിട്ടും. അല്ല അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയതും, അല്ലെങ്കിൽ ആ 4 ചെയ്യണം എന്ന്, നോർത്ത് ആംപ്ടൺ മാത്രമല്ല, അവിടെയാണ് ധോണി താമസിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മറ്റതും കിട്ടണം, അല്ലെങ്കിൽ കിട്ടിയാൽ എനിക്ക് ഈ ജോലിയിലോട്ട് കയറണം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ധോണിനെ അങ്ങോട്ടേക്കായാലും കൊണ്ടെത്തിച്ചത് അവസാനം, അല്ലേ? അപ്പൊ സെലക്ട് അതെ ചെയ്യാൻ പറ്റും ധോണിക്ക് അവസാനം, ഒരു ഓപ്ഷൻ അതെ ഉണ്ടായിരുന്നു മാറണം എന്നുള്ള കാര്യത്തിൽ. അതെ ഇനി നല്ല കാര്യം. അതെ കാര്യം നമ്മൾ ഈ ഇപ്പൊ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനതിന്റെ ഉദ്ദേശം തന്നെ ധോണിയ, ഒരുപാട് പേരുണ്ട് യു കെയിൽ. അപ്പൊ ഇത് ഒന്നും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും ബാധകമാണ്. പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോയിൽ അതെ ഈ ഓപ്ഷൻസ് പറ്റില്ല. കാര്യം NMC പിൻ നമ്പർ ഉള്ളവർക്ക് ഇത് പറ്റുള്ളൂ. പക്ഷേ അതെ അതെ എന്താ, നമ്മളെ പിൻ നമ്പർ ഉള്ള ഒരുപാട് നഴ്സസ് അവർ ഇന്റർവ്യൂവിന് ഫെയിൽ ആവുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ധോണിയുടെ അതെ ഒരു റെക്കമെൻഡേഷൻ എന്താണ്? ധോണിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരോട് എന്താണ് ധോണിക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അതായത് മാക്സിമം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക ട്രാക്കിലൂടെ. നമ്മൾ മാക്സിമം, അതായത് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് 200 അപ്ലിക്കേഷൻ ഇട്ടതുണ്ട്, എനിക്കറിയാം. ഉം. അതായത് നമ്മൾ 10 അപ്ലിക്കേഷൻ ഇട്ട് നമ്മള് മീൻസ് ഒന്നോ കിട്ടിയില്ല, എനിക്കായാലും അൺസക്സസ്ഫുൾ വന്നത് ഒത്തിരി ഉണ്ട്. വന്നിട്ടുണ്ട്. ഞാൻ അതെ. 40 അപ്ലിക്കേഷൻ ഇട്ടതാണ്. ഉം. അതിനകത്ത് എനിക്ക് 8 ഇന്റർവ്യൂസ് ആ വിളിച്ചെന്ന് തോന്നുന്നു. അതിന് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തില്ല, ഞാൻ 5എണ്ണം അറ്റൻഡ് ചെയ്തുള്ളൂ. അതിൽ ഒന്ന് ഞാൻ സാറിന്റെ ഇന്റർവ്യൂസിന്റെ പ്രിപ്പറേഷൻ ക്ലാസ് മുമ്പ് അറ്റൻഡ് ചെയ്തതാണ്. ഉം. പിന്നെയാണ് ഞാൻ 4 അറ്റൻഡ് ചെയ്തത്. ഉം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മാക്സിമം നമ്മൾ അപ്ലിക്കേഷൻ ഇടാം. ഉം. നമ്മൾ അൺസക്സസ്ഫുൾ ആയിക്കോട്ടെ, നമ്മള് അതെ. മീൻസ് വറീഡ് ആവണ്ട. അതെ. എന്തായാലും നമുക്ക് കിട്ടാതിരിക്കില്ല. അതെ. പിന്നെ മീൻസ് ഈ ട്രാക്കിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഈ അതെ. മീൻസ് സപ്പോർട്ടിംഗ് കമന്റ്സ് നമ്മൾ മാറ്റി എഴുതാൻ ട്രൈ ചെയ്യാം. ആ ജോബിന് പിന്നെ വേണ്ടുന്ന ഫസ്റ്റ് രീതിയിൽ. അതെ പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ, അതായത് നമ്മൾ ആ ഫോമൽ ഡ്രസ്സിൽ തന്നെ അതെ. ഇന്റർവ്യൂസ് എങ്ങനെ, അതായത് ഒത്തിരി വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, സാറിന്റെ തന്നെ വീഡിയോസ് ഉണ്ട്, അതെ. ഒത്തിരി വീഡിയോസ് ഉണ്ട് നമുക്ക്. പ്രിപ്പയർ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ എടുക്കുന്നത്. ചെയ്യാം, അതെ, പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്ക് ടൈം ഉണ്ട്. ആ ഉം. ടൈമിൽ മാക്സിമം നമ്മൾ നോട്ട് ഉണ്ടാക്കി, അതായത് നമ്മൾ വെറുതെ ചുമ്മാ അതെ. വായിച്ചു പോയിട്ട് കാര്യമില്ല, നമ്മൾ നമ്മുടേതായ ഒരു നോട്ട് നോട്ട്സ് തന്നെ ഉണ്ടാക്കി പ്രിപ്പയർ ഉണ്ടാക്കി. ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സത്യമായിട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മിറർ പ്രാക്ടീസ്, നമ്മൾ OET പഠിക്കുമ്പോൾ സ്പീക്കിങ്ങിന് ചെയ്യുന്ന പോലെ
അതെ, ശരിക്കും അത് ശരിക്കും നല്ലതാണ്. കാരണം ഉം, നമുക്ക് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ചിലപ്പോ ഒരു ഫിയർ ഉണ്ടാവും. ഉറപ്പായിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് മാറി ഒന്ന് വേണ്ടിയിട്ട് മാറിക്കിട്ടും. നമ്മള് മിറർ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ തന്നെ ആൻസർ പറയുക, പറയാ. ഇനി അപ്പൊ നമുക്ക് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാം. അല്ലെ, നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ഞാൻ അതെ ഒരുപാട് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് ഇപ്പൊ ഞാൻ പറയുന്ന ക്ലാസ് സമയത്ത് നിങ്ങളുടെ തന്നെ ഓൺ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറയും അതെ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ അത് അതെ എഴുതിയിട്ട് അതെ മാത്രം കാര്യമില്ല, മിറർ പ്രാക്ടീസും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് അത് തീർച്ചയായിട്ടും. കോൺഫിഡന്റ് ആയിട്ട് ഇത് പറയാൻ പറ്റുക മെയിൻ ആയിട്ട് എന്തായാലും. അപ്പൊ ഞാനും ഇപ്പൊ കുട്ടികൾക്ക് പറയുന്ന അവർ നിങ്ങൾ 1-to-1 ക്ലാസ്സോ അങ്ങനെയൊന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഇല്ല. റെക്കോർഡോ കാര്യങ്ങളോ ഒന്ന് മനസ്സിലാക്കുക എന്താണെന്നുള്ളത്, ഇല്ലേ? അപ്പൊ അത് ഇപ്പൊ അതെ നമ്മൾ നോർമലി ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഈ ഒരു 1-to-1 കാര്യം. അവർക്ക് അറിയാം ഇവിടെ UK-യിലുള്ളവർക്ക് എന്താണ് എക്സാക്ട്ലി സംഭവിക്കണേ. പക്ഷെ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു 5-6 മണിക്കൂറിന്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നമ്മുടെ ആ ക്ലാസ്സിന്റെ തന്നെ റെക്കോർഡ് വീഡിയോ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം അതെ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ധോണിക്കാണെങ്കിൽ അതായാലും മതിയായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി അതെ ഇന്ററാക്ഷൻ, കുറച്ചുകൂടി ഐഡിയ കിട്ടും. പക്ഷെ എന്താണ് അതെ അവർക്ക് പറയേണ്ടതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ ഇന്റർവ്യൂസിന് നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ അതെ നമുക്ക് കിട്ടാനുള്ള അതെ. ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ പിന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കാരണം അതെ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സില്ലിയാണ്, ഉം, നമുക്ക് അറ്റൻഡ് ചെയ്യാന്ന്. പക്ഷെ നമ്മളെക്കാളും മീൻസ് കൂടുതൽ നോളജ് ഉള്ളവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ഉം, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്തായാലും ബൂസ്റ്റ് ചെയ്യും. അതെ, ഉറപ്പായിട്ടും. അപ്പൊ മാക്സിമം ധോണി, അറ്റൻഡ് ചെയ്യാം അങ്ങനത്തെ ക്ലാസ്. അതെ, നല്ല കാര്യം. അതെ, കാര്യം വെച്ചാൽ ഇപ്പൊ ധോണി തന്നെ പറഞ്ഞു, ധോണിയുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ, അല്ലേ? പിന്നെ ധോണിക്ക് അതെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ധോണിക്ക് അറ്റൻഡ് ചെയ്തതെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്, ഇല്ലേ? അതെ കാര്യം അതെ നമുക്ക് ഒരു അതെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് അതെ ഇപ്പൊ അതെ നമ്മൾ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ധോണി അത് കേട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ധോണിക്ക് ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കിട്ടിയത്, അതെ അല്ലെ? അതെ അതെ അതിലാണ് ഒരുപാട് തീർച്ചയായിട്ടും സാർ. സന്തോഷം. അല്ലെ, നമ്മൾ തമ്മിൽ എനിക്ക് ധോണിയെ ലൈക്ക് എത്രയോ നാളായിട്ട് അറിയാം, അല്ലെ? നമ്മൾ ലൈക്ക് ഓ OET അതെ സമയത്ത് തൊട്ടേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇത്രയും ലോങ് അതെ ഡ്യൂറേഷനിൽ വന്ന അവസാനം ധോണി ഇവിടെ വന്ന് പിൻ നമ്പർ കിട്ടി. ആൻഡ് ഇന്റർവ്യൂ അതെ പ്രിപ്പറേഷൻ അവസാനത്തെ ഒരു സ്റ്റെപ്പ് വരെ നമ്മൾക്ക് കൂടെ ധോണിയുടെ കൂടെ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ അതെ. കാര്യം, താങ്ക് യു സോ മച്ച്. സാറിന്റെ അടുത്ത് അതെ, ഞാന് മീൻസ് ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തൊന്നുമില്ലായിരുന്നു. ഉം, പിന്നെയാണ് ഞാൻ സാറിന്റെ ക്ലാസ് ഇങ്ങനെ കണ്ടത്. അതായത് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇങ്ങനെ NHSന്റെ അതെ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഉം, ഞാനും വിചാരിച്ചു, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുകയും ചെയ്തു നമുക്ക് ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാലോ എന്ന്. ഉം, മീൻസ് കാരണം ആരും അതായത് ഇന്റർവ്യൂ അതായത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഡയറക്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഉം. നമ്മുടെ മീൻസ് നമ്മുടേതായ ആൻസറും പറഞ്ഞ് പിന്നെ അതിനകത്ത് ഒരു കറക്ഷൻ കിട്ടുമ്പോൾ അതൊരു വളരെ നല്ല കാര്യം. ഹെൽപ്ഫുൾ ആയിരിക്കും എന്തായാലും. എനിവേ, എന്തായാലും നല്ല അതെ. കാര്യം ധോണി. ഇനിയിപ്പോ എപ്പോഴാണ് ധോണി എക്സ്പെക്ട് ചെയ്യണേ ജോബ് ജോയിനിങ് കാര്യങ്ങളൊക്കെ? ഇപ്പൊ എന്തായി കാര്യങ്ങളൊക്കെ? എനിക്ക് ഒക്ടോബർ ഫസ്റ്റ് വീക്കിലായിരിക്കും. അപ്പൊ ഇപ്പൊ ചെക്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്തായാലും, അല്ലേ? അതെ അതെ. മെഡിക്കൽ കഴിഞ്ഞു, ഇനി മെഡിക്കലല്ലേ? COSന് വെയിറ്റിംഗ്. ഫൈൻ, വെരി ഗുഡ്. അതിപ്പോ ധോണിക്ക് അടുത്ത് തന്നെയാണോ ഹോസ്പിറ്റൽ വരുന്നത്? നിയർ ബൈ തന്നെയാണോ? അതെ അതെ, എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇതിൽ കൂടുതൽ ഇനി ഒന്നും ഓക്കെ. കിട്ടാനില്ല എന്തായാലും, അല്ലേ? ഇല്ല. അതെ അതെ സാറിനോട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. ഒരു കുഴപ്പമില്ല ധോണി. അതെ നമുക്കിപ്പം ലൈക്ക് ഇപ്പൊ നോർത്ത് ആന്റണിൽ വരുവാണെങ്കിലും കാണാം എന്തായാലും. ധോണിക്ക് തീർച്ചയായിട്ടും. അതെ വിചാരിച്ച ഒരു സംഭവം വലിയൊരു കാര്യം നടന്നില്ലേ ധോണി? അതിൽ തന്നെ അതെ നമുക്ക് അതെ അതിലാണ് സന്തോഷം. കാര്യം അതിലൊരു അതെ ലൈഫ് ടൈം പാർട്ട് ആവാൻ നമുക്കും പറ്റിയല്ലോ. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതെ അതെ എനിവേ, താങ്ക് അതെ. യു കേട്ടോ ധോണിയ, അത്രയും ടൈം സ്പെൻഡ് ചെയ്തതിലും, അല്ലെങ്കിൽ ഇപ്പൊ ഡ്യൂട്ടിക്ക് ഓക്കെ. പോകുന്ന ധോണിയ ഈ ക്ലാസ് ലൈക്ക് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്തായാലും. അപ്പൊ ഇനി ഉറപ്പായിട്ടും ധോണിയുടെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ കുറേ പേർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാര്യം ഇപ്പൊ ധോണി പറഞ്ഞു 40 ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിന് നമ്മൾ നല്ലത്. മെനക്കെട്ടിരുന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഞാനും എല്ലായിടത്തും അതാ പറയും, ഞാൻ പറഞ്ഞു 200 അപ്ലിക്കേഷൻ ഇട്ട കുട്ടിയുടെ കഥ കേട്ടപ്പോ തന്നെ ആൾക്കറിയാം. അതെ, എനിക്കും വണ്ടറായി പോയായിരുന്നു. അതെ, ഉറപ്പായിട്ടും ധോണി. അത് നമ്മളൊരു കൺസിസ്റ്റൻസി അല്ലേ നമ്മൾ കിട്ടുന്നവരെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും. അപ്പൊ അതെ അതെ കിട്ടും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ധോണിയ അല്ലെങ്കിൽ ധോണിയുടെ ഫ്രണ്ട്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലേ? അപ്പൊ അത് നമ്മൾ ആ ഒരു അതെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും. എനിവേ ധോണി, എന്തായാലും താങ്ക് ഇനിയിപ്പോ യു സോ മച്ച്. നോ പ്രോബ്ലം ധോണി. എന്തായാലും ബാക്കിയുള്ള ജോയിനിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ബെസ്റ്റ് വിഷസ് ആൻഡ് ഓക്കെ ഗോഡ് ബ്ലസ് കേട്ടോ. ഓക്കെ. നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക് ഓക്കെ. താങ്ക് യു ധോണി. താങ്ക് ടേക്ക് യു കെയർ സാർ. കേട്ടോ. ഓക്കെ, ഓക്കെ ഓക്കെ, ഓക്കെ. ബൈ. ബൈ ബൈ.